നമസ്കാരം. വിപണിയിൽ ആഗോള ഭീമനായി നിലകൊള്ളുന്ന ആമസോൺ വീണ്ടും കൊടും അക്രമത്തിൽ ഒരുങ്ങുകയാണ്. രണ്ടാം റൗണ്ട് പിരിച്ചുവിടലിന് ഒരുങ്ങിയിരിക്കുകയാണ് ആമസോൺ. അടുത്ത ആഴ്ചയോടെ 14,000 ജീവനക്കാരെ കൂടി പിരിച്ചുവിടാനാണ് നീക്കം നടക്കുന്നത്. കോർപ്പറേറ്റ് വിഭാഗത്തിലെ 30,000 ജീവനക്കാരെ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് നടപടിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ഒക്ടോബറിൽ കമ്പനി 14,000 വൈറ്റ് കോളർ ജോലികൾ വെട്ടിക്കുറച്ചിരുന്നു. ഇത്തവണയും ഏകദേശം അത്ര തന്നെ ജീവനക്കാരെ ബാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ചൊവ്വാഴ്ചയോടെ നടപടികൾ ആരംഭിച്ചേക്കാം. എന്നാൽ ഇതേക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കാൻ ആമസോൺ വക്താക്കൾ തയ്യാറായിട്ടില്ല. ആമസോൺ വെബ് സർവീസസ്, റീറ്റെയിൽ, പ്രൈം വീഡിയോ, ഹ്യൂമൻ റിസോഴ്സ് എന്നീ വിഭാഗങ്ങളിലെ ജോലികളെയാകും ഇത് പ്രധാനമായും ബാധിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. ഒക്ടോബറിലെ പിരിച്ചുവിടലിനു കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വളർച്ചയാണെന്ന് കമ്പനി നേരത്തെ കത്തിൽ സൂചിപ്പിച്ചിരുന്നു. കോർപ്പറേറ്റ് വിഭാഗത്തിൽ നിന്നുള്ള 30,000 ജീവനക്കാരെ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി അടുത്ത ആഴ്ചയിൽ 14,000 പേരെ കൂടി പിരിച്ചുവിടാൻ ആമസോൺ തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ്. ഇത് സാധാരണ ഒരു തൊഴിൽ ക്രമീകരണമല്ല, ഒരു വലിയ സാമൂഹിക പ്രതിസന്ധിയുടെ ഒരു ഘട്ടമാണ്. എന്നാൽ ഈ നടപടിയുടെ പ്രധാന പ്രതികൂല ഫലം നേരിടുന്നത് സാധാരണ ജീവനക്കാർ തന്നെയാണ്. ലേ ഓഫുകളുടെ പശ്ചാത്തലത്തിൽ കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉയരുന്ന കണക്കുകൂട്ടലുകൾ, പ്രതിഫലം കുറയ്ക്കലുകൾ, ഓർഗനൈസേഷൻ ഘടന പുനഃക്രമീകരണം എന്നിവ മനുഷ്യജീവിതത്തിന്റെ അടിസ്ഥാന സുരക്ഷയെ എത്രത്തോളം ബാധിക്കുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ആമസോണിലെ ജീവനക്കാർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന സ്ഥിരത, തൊഴിൽ സുരക്ഷ, കരിയർ വളർച്ച തുടങ്ങിയവയെല്ലാം അപ്രതീക്ഷിതമായി തകർക്കപ്പെടും. ഒരുപക്ഷെ ഏറെക്കാലമായി ഈ കമ്പനിയിൽ ജോലി ചെയ്ത മുതിർന്ന ജീവനക്കാർ പോലും അപ്രതീക്ഷിതമായി തൊഴിലില്ലാത്തവരാകും. ഈ ലേ ഓഫുകൾ ലാഭനിക്ഷേപത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു കണക്കുകൂട്ടലായിരിക്കാം. എന്നാൽ സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെ വിഷയത്തിൽ ഈ നീക്കം ഗുരുതരമായ അലക്ഷ്യമാണ്. ജോലി നഷ്ടപ്പെടുന്നവർ നേരിടേണ്ടത് വെറും സാമ്പത്തിക നഷ്ടം മാത്രമല്ല, അവരുടെ കുടുംബങ്ങൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യ സൗകര്യങ്ങൾ, സാമൂഹിക ജീവിതം എല്ലാം വലിയ തിരിച്ചടിയാകും. കോർപ്പറേറ്റ് ലേ ഓഫുകൾ ഒരു നിർണായക സാമ്പത്തിക തീരുമാനമായി തോന്നിച്ചാലും ഇത് ആളുകളുടെ ജീവിതം താൽക്കാലികമല്ലാത്ത ദീർഘകാല മാനസിക ചടുലതയ്ക്കും സമ്മർദ്ദത്തിനും വിധേയമാക്കും. പഴയ ജീവനക്കാർക്കും പുതിയതായി ചേർന്നവർക്കും ഒരേ പ്രതിസന്ധിയാണ്. പലരും അവരുടെ കരിയർ ജീവിതത്തിന്റെ ഭാഗമായ കുതിപ്പിന്റെ അവസരം ഇതോടെ നഷ്ടമായി എന്നാണ് കരുതുന്നത്. വായ്പകൾ, കുടുംബം വളർത്താനുള്ള ബാധ്യതകൾ, സ്വന്തം സാമ്പത്തിക സ്വാതന്ത്ര്യം എല്ലാം അപൂർണമായ ഭാവിയിലെ സ്വപ്നങ്ങളായി മാറുന്നു. ഈ സാഹചര്യത്തിൽ കമ്പനിയുടെ മാനേജ്മെന്റ് ബിസിനസ് തീരുമാനം എന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യരുടെ ജീവിതത്തിന്റെ വേദനയെ തൃണവൽക്കരിക്കുകയാണ്. ഇതൊരു അതിസങ്കീർണ പ്രശ്നവുമാണ് എന്ന് ഇതോടെ മനസ്സിലാക്കണം. ആഗോള ഫോർമാറ്റുകൾ അനുസരിച്ച് IT കമ്പനികൾ ലേ ഓഫുകൾ നടത്തുന്നത് സാധാരണയാണ്. എന്നാൽ അതേസമയം തൊഴിലാളികളുടെ മാനസിക സാമൂഹിക സുരക്ഷയുടെ കാര്യത്തിൽ കമ്പനികൾ കാണിക്കുന്ന അവഗണന ഈ രംഗത്തെ വലിയ പ്രശ്നമാണ്. ഇന്ത്യയിലെ കോർപ്പറേറ്റ് മേഖലയിൽ ആമസോൺ പോലുള്ള കമ്പനികളുടെ ഈ നീക്കം തൊഴിലാളി സംഘടനകളുടെയും യൂണിയനുകളുടെയും പ്രവർത്തനത്തെ ശക്തമായി ആവശ്യമാകുന്നു. തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ട സമയം ഇപ്പോഴാണ്. ജോലി നഷ്ടപ്പെട്ടാൽ അത് ബിസിനസ് പ്രോസസ് ആണ് എന്ന വാക്കുകളിലൂടെ മാനവികതയുടെ വില കുറഞ്ഞു പോവുകയാണ്. കോർപ്പറേറ്റ് ലാഭത്തിന്റെ ഭാഗം മനുഷ്യജീവിതത്തിന്റെ സുരക്ഷയ്ക്ക് കൂടി അടിസ്ഥാനമാകണം എന്നത് അനിവാര്യമാണ്. തൊഴിലാളികൾ മാത്രമല്ല, അവരുടെ കുടുംബങ്ങളും സമൂഹവും ഇതിന്റെ ദോഷഫലങ്ങൾ നേരിടുന്നു. സാമ്പത്തിക, മാനസിക സമ്മർദ്ദം, സാമൂഹിക അസ്ഥിരത എല്ലാം ഇവിടെ തുലാസിലാവുകയാണ്. തൊഴിലാളികളുടെ ജീവിതം ലാഭത്തിന്റെ അടിക്കുറിപ്പായി മാറുന്ന സാഹചര്യം ഒരിക്കലും അംഗീകരിക്കാനാവില്ല.